വേറൊരു സാധനം കാണിച്ചു തരാം കേട്ടോ. വെറൈറ്റി അച്ഛനൊക്കെ വന്നു. പ്രിൻസ് എന്നാണ് അച്ഛൻ്റെ പേര്. അവരിവിടെ വണ്ടി ഒതുക്കിയിട്ടുണ്ട്. മുകളിൽ റെയിൽവേ പാതയാണ്, റെയിൽവേ പാതയാണ്. നമുക്ക് അടിയിൽ കൂടെ ഇങ്ങനെ ഒരു വഴിയുണ്ട്. ആ സ്പേസിൽ കൂടെ നമുക്ക് കാണാം. ഇവിടെ ഉണ്ട്, അപ്പുറത്തുണ്ട്, ഇതിൻ്റെ അപ്പുറത്തുണ്ട്. നനഞ്ഞില്ലേ? പരിക്കേശ്ശേരി മനയിലാണ് നമ്മൾ വന്നത്. അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്നത് 13-ാം ദിവസമാണ്. പാലക്കാട് ജില്ലയിൽ ഒറ്റപ്പാലത്താണ് നിൽക്കുന്നത്. ഇന്ന് നമ്മൾ PW ഹൗസിലാണ് നിൽക്കുന്നത്, ഒറ്റപ്പാലം. അപ്പോൾ നമ്മളിന്ന് ഇവിടെ കറങ്ങാൻ പോവാണ്. 13-ാം ദിവസം. അപ്പോൾ ഇന്നലെ നമ്മൾ വന്ന ശേഷം റെസ്റ്റ് എടുത്തു. അതിനുശേഷം ഇന്നലെ കുറച്ച് ഓട്ടം കൂടുതലായിരുന്നു, എഡിറ്റിംഗ് നടന്നില്ല. അപ്പോൾ ഇന്ന് പാലക്കാട് ജില്ല. അപ്പോൾ മനോഹരമായ ഒരു ദിവസം കൂടി. അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് ഒറ്റപ്പാലം PW റെസ്റ്റ് ഹൗസിലാണ്. ഇന്ന് ഞായറാഴ്ചയും കൂടെയാണ്. നമ്മൾ വണ്ടിയിലെല്ലാം ലോഡ് ചെയ്തിട്ടുണ്ട്. എന്ന് ഇതുപോലെയാണ് നമ്മൾ വണ്ടി കൊണ്ട് നിർത്തുന്നു, റൂമിലേക്ക് എല്ലാം എടുത്തുകൊണ്ട് പോകുന്നു. രാവിലെ ആകുമ്പോൾ പിന്നെയും വണ്ടിയിലേക്ക് കയറ്റുന്നു, നമ്മൾ നമ്മുടെ യാത്ര തുടരുന്നു. ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് നമുക്ക് പള്ളിയിലും കൂടെ പോകണം. അപ്പോൾ നമ്മളിന്ന് ഇറങ്ങിയിട്ട് കുറേ ദിവസമായി യാത്ര തന്നെയാണ്. ഇപ്പോൾ 2 ഞായറാഴ്ച ആവുന്നു, ഇന്നും കൂടെ കൂട്ടിയിട്ട്. കഴിഞ്ഞ ഞായറാഴ്ച ഒരു പള്ളിയിൽ പോയി, ഇന്നും ഇവിടെ അടുത്തുള്ള ഒരു പള്ളിയിൽ നമ്മൾ പോവുകയാണ്. ഇവിടെ അടുത്ത് തന്നെയാണ് ഒരു CSI ചർച്ചുണ്ട്. അങ്ങോട്ടേക്ക് നമ്മൾ പോകുന്നു. പള്ളിയിൽ പോയതിന് ശേഷം അവിടെ കുറച്ച് സമയം നമ്മൾ ചിലവഴിച്ചതിന് ശേഷം മാത്രമേ ഇന്നത്തെ കറക്കങ്ങളിലേക്ക് പോകുന്നുള്ളൂ. ഇന്ന് നമ്മൾ പോയ പള്ളി ഇതാണ്, സെൻറ്റ് മാർക്സ് ചർച്ച്. ഒരു CSI ചർച്ചാണ് ഒറ്റപ്പാലത്തിനടുത്തുള്ള. എന്തായാലും പള്ളിക്ക് അകത്തെ കാര്യങ്ങളൊന്നും കാണിക്കുന്നില്ല. പോവാമോ? ഞായറാഴ്ച പള്ളിയിലൊക്കെ പോയിട്ട് ഇറങ്ങുകയാണ്. അപ്പോൾ ഇന്നത്തെ പരിപാടികളിലേക്ക് കടക്കാം. ഇന്ന് അല്പം താമസിച്ചു, കാരണം പള്ളിയിൽ പോകാൻ വേണ്ടിയിട്ടും അല്ലാണ്ട് തന്നെ റൂമിൽ നിന്ന് ഇറങ്ങിയപ്പോഴത്തേക്ക് കുറച്ച് താമസിച്ചായിരുന്നു. ഈ പള്ളിയിലേക്ക് വരുന്ന വഴി ശ്രദ്ധയിൽപ്പെട്ടത് ഒരു വലിയൊരു മരം നിൽക്കുന്നത്, അതായത് ബനിയൻ ട്രീ. നമ്മൾ ആദ്യത്തെ എപ്പിസോഡുകളിൽ കൊല്ലം ആ സൈഡിലൊക്കെ കാണിച്ചതുപോലെ ഒരു ബനിയൻ ട്രീ, ഇവിടെ വലിയൊരു ബനിയൻ ട്രീ നിൽക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടെ. അപ്പോൾ അങ്ങോട്ട് പോകാൻ നേരത്ത് നമുക്ക് പള്ളിയിലെ ടൈം അറിയത്തില്ല. അങ്ങനെ നമ്മൾ പള്ളിയിലേക്ക് പോയി തിരിച്ചു വരും വഴി നമുക്ക് അവിടെ ഇറങ്ങാൻ തിരിച്ചു. നമ്മൾ നേരെ കാണുന്നതാണ് ആ ഒരു വലിയൊരു ബനിയൻ ട്രീ. എന്തായിരുന്നാലും നമുക്ക് ഇറങ്ങി അടുത്തോട്ട് പോയി നോക്കാം, അവിടെ എന്താണ് ഇത്ര വലിയൊരു ബനിയൻ ട്രീ നിൽക്കുന്നത്, എന്താണ് പ്രത്യേകത എന്ന് ഇറങ്ങി നോക്കാം കേട്ടോ. നമ്മൾ പള്ളിയിൽ പോയിട്ട് ഇറങ്ങിയപ്പോൾ തന്നെ തൊട്ടടുത്ത് ഒരു ബിഗ് ബനിയൻ ട്രീ, നമ്മൾ മാപ്പിൽ കാണിക്കുന്ന ഒരു സ്ഥലം തന്നെയാണ് ഇത്. വലിയൊരു ബനിയൻ ട്രീ, ഒരു ആൽമരം നിൽക്കുന്നുണ്ട്. ബനിയൻ ട്രീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മാപ്പിൽ കൊടുത്തിട്ടുണ്ട്. സൈസ് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് അറിയാം, വലിയ സൈസാണ്, വലിയ സൈസ്. അതിൻ്റെ വേരുകളൊക്കെ പോയേക്കുന്നത് പല സൈഡിലോട്ട് ഒരുപാട് വേരുകൾ പോയിട്ടുണ്ട്. ഇതാണ് അതിൻ്റെ മൂടെന്ന് പറയണത്. ഭയങ്കര വീതിക്ക് നിൽപ്പുണ്ട്. ഇതൊക്കെ ചെറിയ ശിഖരങ്ങളാണ്, വേരുകൾ വന്നതാണ്. ഓക്കെ, നമ്മൾ പള്ളിയിൽ പോയി. പള്ളിയിൽ അവരെല്ലാം ഭയങ്കര കാര്യമായിരുന്നു. അച്ഛനൊക്കെ വന്നു. പ്രിൻസ് എന്നാണ് അച്ഛൻ്റെ പേര്. അപ്പോൾ ഒറ്റപ്പാലത്തിനടുത്തുള്ള CSI ചർച്ചിലാണ് പോയത്. മാപ്പിൽ നോക്കിയപ്പോൾ 1.5 കിലോമീറ്റർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അങ്ങനെ അവിടെ പോയി അച്ഛനൊക്കെ വന്ന് പരിചയപ്പെട്ടു. പ്രിൻസ് എന്നാണ് അച്ഛൻ്റെ പേര്. ഭയങ്കര കാര്യമായിരുന്നു, ഭയങ്കര സ്വീകാര്യതയായിരുന്നു അവർക്ക്. അപ്പോൾ നമ്മളൊക്കെ അവിടെ തിരുവനന്തപുരത്ത് നിന്ന് വരണമെന്ന് പറഞ്ഞപ്പോഴേ അങ്ങനെ. അപ്പോൾ അതിൻ്റെ തൊട്ടടുത്താണ് ഈ ബനിയൻ ട്രീ നിൽക്കുന്നത്. ഇനി നമ്മൾ പോകുന്ന ഭാരതപ്പുഴയുടെ ഒരു ഭാഗത്തേക്കാണ്. ഭാരതപ്പുഴയുടെ ഇറങ്ങി നിൽക്കാൻ പറ്റുന്ന ഒരു ഭാഗത്തേക്കാണ് പോകുന്നത്. നമ്മൾ മാപ്പിൽ കാണിച്ച സ്ഥലത്തെത്തിയിട്ടുണ്ട്. ഒരു റെയിൽവേ പാതയുടെ അടുത്താണ്. നമ്മൾ വരുന്നതിന് തൊട്ട് മുന്നേ ആയിട്ട് ഒരു എഞ്ചിൻ ഇങ്ങനെ പാസ് ചെയ്ത് പോകുന്നവർ കണ്ടു.
പക്ഷെ നമുക്ക് നേരെ കാണുന്ന ആ ഒരു സ്ഥലത്താണ്, വിശാലമായിട്ടുള്ള ഒരു പുഴയുടെ, ഭാരതപ്പുഴയുടെ തീരത്താണ് നമുക്ക് പോകാനുള്ളത്. മണലുകളൊക്കെ നിറഞ്ഞു കിടക്കുന്ന ഒരു പുഴയുടെ തീരത്താണ് നമുക്ക് പോകാനുള്ളത്. പക്ഷേ അങ്ങോട്ട് പോകാനുള്ള വഴി കണ്ടില്ല. പക്ഷെ താഴത്തൂടെ നമുക്ക് വഴി കാണാം. നമ്മൾ ഈ റെയിൽവേ പാതയുടെ മുകളിൽ കയറിയിട്ട് നമുക്ക് താഴോട്ട് ഇറങ്ങാനുള്ള ഒരു വഴി നമുക്ക് ഇവിടുന്ന് കാണാൻ പറ്റില്ല കേട്ടോ. നമ്മൾ കുറേ നേരം നോക്കി ഏത് വഴിയാണ് താഴോട്ട് പോകണതെന്ന്. അതിവിടെ വണ്ടി ഒതുക്കിയിട്ടുണ്ട്. മുകളിൽ റെയിൽവേ പാതയാണ്, റെയിൽവേ പാതയാണ്. നമുക്ക് അടിയിൽ കൂടെ ഇങ്ങനെ ഒരു വഴിയുണ്ട്. നമ്മൾ മുകളിൽ ആദ്യം കയറി വഴി അറിഞ്ഞൂടാ. അങ്ങനെ നോക്കിയപ്പോൾ ഇതുവഴി വഴിയുണ്ട്. ഇതൊക്കെ ഒരു രസം, വഴി കണ്ടുപിടിച്ച് പോവാം. ഓ ഇതുകൊണ്ടേ അല്ലേ, ഇതുകൊണ്ട് എന്തിനാണ് ഇതുകൊണ്ടേ? എന്തോന്ന് എന്തിനാണ് എന്തിനാണ്? വെള്ളം വെള്ളം ആ അതെ, നമ്മൾ ഇതൊരു ചെറിയൊരു നടവഴിയുണ്ട് കേട്ടോ. അപ്പോൾ അതുവഴി നടന്ന് അങ്ങോട്ട് പോകാം. നമ്മൾ ബനിയൻ ട്രീയിൽ അവിടെ നിന്ന് നോക്കിയപ്പോൾ ഏകദേശം 3 കിലോമീറ്റർ ഉണ്ട്. അപ്പോൾ ഭാരതപ്പുഴയുടെ ഒരു സൈഡിലേക്കാണ് എത്തുന്നത്. ഓക്കെ, ഇവിടെ വരുമ്പോൾ നല്ല രീതിക്കാണ് ഉള്ളത്. ഇപ്പോൾ കുറച്ച് വെള്ളമേ ഉള്ളൂ. പല സൈഡുകളിൽ കൂടെ ഇങ്ങനെ ഒഴുകാണ്. ഇവിടെ 2 മുന്നറിയിപ്പ് വെച്ചിട്ടുണ്ട്. എന്താണ്, അപകട സാധ്യത ഉള്ളതിനാൽ പുഴയിൽ ഇറങ്ങുന്നവർ ജാഗ്രത പാലിക്കുക എന്നുള്ളത്. അപ്പോൾ ഒരു കടൽപ്പുറം പോലെ കിടക്കുകയാണ്, മണൽ കൊണ്ടെന്ന് പറഞ്ഞ് കടൽപ്പുറം പോലെ കിടക്കുന്ന ഒരു വ്യത്യസ്തത ഉള്ളതുകൊണ്ടാണ് കേട്ടോ ഇങ്ങോട്ട് വന്നത്. ആ വെള്ളം വെള്ളം കടലല്ല, ഇത് ആറ്, പുഴ 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 കടലല്ല, വെള്ളം ചെരുപ്പിട്ടേക്കണേ. ആ അതൊക്കെയാണ് മണലിൽ. ഇവിടെ ആഴമൊന്നുമില്ല, ഒട്ടും ആഴമില്ല. അവരൊക്കെ അത് വരുന്നുണ്ട്. വെള്ളം കൂടുമ്പോൾ ഈ സൈഡിൽ കൂടെ ഒക്കെ മുഴുവൻ നിറഞ്ഞു പോകും. പക്ഷേ ഇപ്പോൾ വെള്ളം കുറവാണ്. 2-3 സ്പേസിൽ കൂടെ നമുക്ക് കാണാം. ഇവിടെ ഉണ്ട്, അപ്പുറത്തുണ്ട്, ഇതിൻ്റെ അപ്പുറത്തുണ്ട്. ആ സ്പേസിൽ കൂടെ ഇങ്ങനെ വെള്ളം പോകുന്നുണ്ട്. ഇവിടെ ഫുള്ള് മണലാണ്. അതാണ് ഒരു വെറൈറ്റി ആയിട്ട് തോന്നിയത്, ഫുള്ള് മണലാണ്. ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ഇറങ്ങുമ്പോൾ നമ്മൾ മെയിനായിട്ട് ശ്രദ്ധിക്കണം. ഇപ്പോൾ വെള്ളം കുറവാണ്, ഒഴുക്ക് കുറവാണ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഇറങ്ങും പരിചയമില്ലാത്ത സ്ഥലങ്ങളിൽ. ചിലപ്പോൾ കിലോമീറ്ററുകൾക്ക് അപ്പുറമായിരിക്കും ചിലപ്പോൾ മഴ പെയ്യുക, പെട്ടെന്നായിരിക്കും മലവെള്ളപ്പാച്ചിൽ പോലെ വരിക. ഒരുപാട് ഭംഗിയായിട്ട് തോന്നുന്ന കാര്യങ്ങൾക്ക് അതിൻ്റെ ഭീകരതയും കൂടുന്നു പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ എല്ലാവരും ശ്രദ്ധിക്കണം. നനഞ്ഞില്ലേ? ഫുള്ള് നനഞ്ഞേ. ഓ ഇത് ആഴയില്ല. അത് നടന്നു പോകാന്നുള്ളതേ ഉള്ളൂ. നമ്മുടെ മുട്ടിന് താഴെ മാത്രമേ വെള്ളമുള്ളൂ ഇവിടെ. അതൊരു വെറൈറ്റിയാണ് സംഭവം. ഇങ്ങനെ ഈ പരന്നൊഴുകുന്നെങ്കിലും ഇവിടെ ആഴയില്ല. എനിക്ക് തോന്നുന്നു ഒരുപാട് ഷൂട്ടിംഗ് ഒക്കെ ഇവിടെ വെച്ച് എടുത്തിട്ടുണ്ടെന്ന് തോന്നുന്നു. ഷൂട്ടിംഗ് ലൊക്കേഷൻ ആണെന്ന് തോന്നുന്നത്. എന്ന് പറഞ്ഞാൽ സേഫാണ്, കുഴപ്പമൊന്നുമില്ല. മണൽ കിടക്കുന്നത് പാട്ട് സീനൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് പറ്റിയൊരു ലൊക്കേഷൻ തന്നെയാണിത്. ഇവിടെ ഇപ്പോൾ ആരുമില്ല, നമ്മൾ മാത്രമേ ഉള്ളൂ. ഇത് വളരെ വിശാലമായിട്ട് കിടക്കുകയാണ് കേട്ടോ. പക്ഷേ ഇത് മഴ പെയ്യുമ്പോഴത്തേക്ക് കൂടാൻ സാധ്യതയുണ്ട്. അപ്പോഴും ചിലപ്പോൾ ഡേഞ്ചർ ആവാൻ സാധ്യതയുണ്ട്. ഇപ്പം ഇവിടെ ഒരു വിഷയമില്ല, ഒഴുക്കുണ്ട്. അങ്ങോട്ടൊക്കെ നല്ല ഒഴുക്കുണ്ട്. ആഴമുള്ള ഭാഗത്തോട്ട് ഇറങ്ങാതിരുന്നത്. പക്ഷേ ഇവിടെയൊക്കെ കുളിക്കടവാണ്, ആൾക്കാർ കുളിക്കാൻ വരുന്ന സ്ഥലമാണ്. മണലിങ്ങനെ നിറഞ്ഞു കിടപ്പുണ്ട്. അതാണ് കടലിൽ അവിടെ കക്കയൊക്കെ ഉണ്ട്, കക്ക. അപ്പോൾ കടലിൽ കിടക്കുന്ന അതേപോലെ തന്നെ മണൽ നിറഞ്ഞ് കടൽപ്പുറം പോലെ തന്നെ. അപ്പോൾ അങ്ങനെ കിടക്കുന്ന ഒരു വെറൈറ്റി സ്ഥലമാണ്. ഭാരതപ്പുഴയുടെ ഒരു ഭാഗമാണ് ഇവിടെ. ഓക്കെ, കളിക്കാനും കുളിക്കാനും ഒക്കെ ആൾക്കാർ വരുന്ന സ്ഥലം തന്നെയാണ്. ഇടയ്ക്ക് ഇതുപോലെ ഇതിൻ്റെ അപ്പുറത്തൂടെയാണ് നമ്മൾ വന്നത്. ഇനി അവിടെ സ്പേസുകൾ അങ്ങനെ ഒരുപാടുണ്ട്. അവിടെ നിന്നൊരു ലെയർ വരുന്നുണ്ട്, അപ്പുറത്ത്, അതിൻ്റെ അപ്പുറത്ത് അങ്ങനെ പോകുന്നുണ്ട്. ഇതിന് അപ്പുറത്തുള്ള മണൽത്തിട്ടിൽ ഇതിനേക്കാൾ വിശാലമായിട്ടുള്ള സ്ഥലമാണ് ഉള്ളത്. അപ്പോൾ കൊള്ളാമല്ലേ ഇത്. പിന്നെ ഉരുളം കല്ലുകൾ, നല്ല നമ്മൾ അക്യൂറത്തിലൊക്കെ ഇടാൻ പറ്റുന്ന മിനുസമുള്ള കല്ലുകളാണ്ട്. ഇതൊക്കെ കാണിച്ചെന്ന് പറഞ്ഞുകൊണ്ട് ആരും എടുത്തുകൊണ്ടൊന്നും പോകില്ലാന്ന് പ്രതീക്ഷിക്കുന്നു. പക്ഷെ ഉണ്ട്, ഇഷ്ടംപോലെ. അത് വരുമ്പോഴത്തേക്ക് ആരെങ്കിലും ഒക്കെ വേണമെങ്കിൽ എടുക്കാമല്ലോ. അപ്പോൾ ഇഷ്ടംപോലെ ആണ്, നിറയെ കല്ലുകളാണ് ഇവിടെ, നിറയെ കല്ലുകൾ. അപ്പുറത്തൊക്കെ ഒരു വലിയ സൈസുള്ള കൊക്ക് ഇതോ എഴുന്നേറ്റ് പറക്കുന്നുണ്ട്. കാണാൻ പറ്റുന്നതെന്ന് അറിയില്ല. ഇതോ പോകുന്നൊരു വലിയൊരു കൊക്ക് ഇതോ പോകുന്നു. ഇവിടെ വന്നിട്ടുണ്ടോ അപ്പം? ഇല്ലല്ല, കൊള്ളൂലേ? വെളുപ്പിന് ഒരാളായിരുന്നു അല്ലേ?
അല്ലേ വെളുപ്പിന്. നമ്മളിപ്പോൾ 11 കാലമായിട്ടുണ്ട്. നമുക്ക് പാലക്കാട് ഇന്ന് ഫുള്ള് പാലക്കാട് കറക്കണം. അപ്പോൾ സമയം ഇന്ന് ഉച്ചയോടെ അടുപ്പിച്ചു. ഞായറാഴ്ചയും കൂടെ ആയതുകൊണ്ട് പള്ളിയിലൊക്കെ പോയിട്ട് വന്നപ്പോൾ സമയമായി. അതുമല്ല നമ്മൾ റൂമിൽ നിന്ന് ഇറങ്ങാനും കുറച്ച് താമസിച്ചിട്ടുണ്ട്. എന്തായാലും നൈസാണ്, സംഭവം നൈസാണ്. വൈകുന്നേരമൊക്കെ വരികയാണെങ്കിൽ അല്ലെങ്കിൽ രാവിലെയൊക്കെ വരികയാണെങ്കിൽ വെയിലില്ലാത്ത സമയത്ത് വരികയാണെങ്കിൽ സംഭവം അടിപൊളിയാണ്. തൊട്ടടുത്ത് തന്നെയാണ് ഇതോ അവിടെ നിന്ന് ട്രെയിൻ ഇപ്പോൾ കാണാം. മിക്കവാറും അവിടെ ട്രെയിൻ അതാ വരുന്നുണ്ട്, അതാ പാസ് ചെയ്യുന്ന ട്രെയിൻ. അപ്പോൾ റെയിൽവേ ഉണ്ട് തൊട്ടടുത്ത്. നമ്മൾ വന്നത് ആ തൊട്ടപ്പുറത്ത് റെയിൽവേയുടെ തൊട്ടപ്പുറത്ത് വണ്ടി ഇട്ടിട്ട് ഇങ്ങോട്ട് നടന്നാണ് വന്നത്. എന്തായാലും സംഭവം അടിപൊളിയായിട്ടുണ്ട്, കാണാൻ വേണ്ടിയിട്ട് അടിപൊളി സ്പോട്ടാണ് കേട്ടോ, അടിപൊളി. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങുകയാണ് കേട്ടോ, അടിപൊളി സ്ഥലം. പക്ഷേ രാവിലെ വന്നിരുന്നെങ്കിൽ ഫുഡൊക്കെ ഇവിടെ കൊണ്ടുവച്ചിട്ട് കഴിക്കാമായിരുന്നു. വേസ്റ്റ് ഇടണ്ട, അല്ലാണ്ട് ഫുഡൊക്കെ കൊണ്ടുവന്ന് കഴിച്ചിട്ട് പോകാമായിരുന്നു. വേറൊരു സാധനം കാണിച്ചു കേട്ടോ, വെറൈറ്റി. എന്തായിരിക്കും ഇത്? പന്നിയാണ്. അപ്പം ഇത് പല്ല് കണ്ടിട്ട് പന്നിയുടെ തലയാണെന്നാണ് തോന്നുന്നത്. പല്ല്, ഈ 2 പല്ല് കണ്ടിട്ട് കൊള്ളാം. എപ്പോഴോ ഈ അത് ചത്ത് വീണതോ അല്ലെങ്കിൽ ഒഴുകി വന്നതോ ഒക്കെ ആയിരിക്കും. ഇനി അടുത്ത സ്ഥലത്തേക്ക് പോവാം. നമുക്ക് കൂടുതൽ സമയം ചിലവഴിക്കാനില്ല, അതുകൊണ്ട് നമ്മൾ പോവുകയാണ്. എന്തായാലും നൈസാണ്, നല്ല സ്ഥലമാണ്. കയറണം. ഇത് ആഴമൊന്നുമില്ല, വളരെ ആഴം കുറവാണ്. ഫുഡ് കഴിക്കാൻ വേണ്ടി ഒരു ഹോട്ടലിൽ ഇറങ്ങി. ഇന്ന് ഫുഡ് ഉണ്ടാക്കിയിട്ടില്ല, അതുകൊണ്ട് ഹോട്ടലിലാണ് ഇന്ന് ഫുഡ് കഴിക്കാൻ വേണ്ടി ഇറങ്ങി. ഒറ്റപ്പാലത്ത് അടുത്തുള്ള ഒരു ഹോട്ടലിൽ തന്നെ ഇറങ്ങി കഴിച്ചു. ഇനി അടുത്ത് വൈക്കാശ്ശേരി മന, അങ്ങോട്ടാണ് പോകുന്നത് കേട്ടോ, വൈക്കാശ്ശേരി മന. കുറച്ച് ദൂരം സഞ്ചരിച്ച് നമ്മൾ വരിക്കാശ്ശേരി മനയിലെത്തിയിട്ടുണ്ട്. കാണുമ്പോൾ തന്നെ അറിയാം ഒരുപാട് ആൾക്കാർ വന്നിട്ടുണ്ട്. ഇത് എല്ലാവർക്കും അറിയായിരിക്കും, മെയിനായിട്ടുള്ളൊരു സിനിമ ഷൂട്ടിംഗ് ലൊക്കേഷനാണ്. കാണുമ്പോൾ തന്നെ ഒരു തറവാട് അല്ലെങ്കിൽ എന്തിനേറെ പറയുന്നു, മന എന്ന് തന്നെ പറയാം. ഒരു വലിയൊരു മനയാണ്. 2, 3, 4 കെട്ടിടങ്ങൾ അടുപ്പിച്ചടുപ്പിച്ചുണ്ട്. അതും വലിയ കൊട്ടാര സമാനമായിട്ടുള്ള കെട്ടിടങ്ങളാണ്. അതിൻ്റെ ഉൾക്കാഴ്ചകളും അതുപോലെ തന്നെ കൊട്ടാര സമാനമാണ്. വരിക്കാശ്ശേരി മനയെ വിശേഷിപ്പിക്കാൻ പറ്റുന്നത് മലയാള സിനിമയുടെ തറവാടെന്ന് തന്നെയാണ്. ഏകദേശം 80ഓളം സിനിമകൾ ഇവിടെ ചിത്രീകരിച്ചിട്ടുണ്ട്. കൂടാതെ ഒരുപാട് അന്യഭാഷാ ചിത്രങ്ങളും ഇവിടെ ചിത്രീകരിച്ചിട്ടുണ്ട്. തീർത്ഥം എന്ന ചിത്രമാണ് വരിക്കാശ്ശേരി മനയിൽ ആദ്യമായി ചിത്രീകരിച്ചത്. എന്നാൽ ദേവാസുരം എന്ന സിനിമയിൽ മോഹൻലാൽ അവതരിപ്പിച്ച മംഗലശ്ശേരി നീലകണ്ഠന്റെ തറവാടായ മംഗലശ്ശേരിയായാണ് വരിക്കാശ്ശേരിയെ സിനിമാ ലോകത്ത് പ്രശസ്തമാക്കിയത്. പിന്നീട് 6-ാം തമ്പുരാൻ, നരസിംഹം, ചന്ദ്രോത്സവം, രാവണപ്രഭു, രാപ്പകൽ, വല്യേട്ടൻ, ബസ് കണ്ടക്ടർ, ദ്രോണ, മാടമ്പി, സിംഹാസനം, മിസ്റ്റർ ഫ്രോഡ് തുടങ്ങിയ ചിത്രങ്ങളും ഇവിടെ നിന്നാണ് ചിത്രീകരിച്ചത്. ഏകദേശം 150ലധികം ചിത്രങ്ങൾ ഇവിടം ലൊക്കേഷനായിട്ടുണ്ട്. ഭാരതപ്പുഴയുടെ തീരത്താണ് ഇത് സ്ഥിതി ചെയ്യുന്നത് എന്നൊരു പ്രത്യേകത കൂടി വരിക്കാശ്ശേരി മനയ്ക്കുണ്ട്. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് കലക്കണ്ടത്തൂർ കുടുംബത്തിന് സാമൂതിരി സമ്മാനമായി നൽകിയ സ്ഥലത്താണ് മന നിലകൊള്ളുന്നത്. 20-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിലാണ് ഇവർ ഇവിടെ ഇന്ന് കാണുന്ന വരിക്കാശ്ശേരി മന നിർമ്മിക്കുന്നത്. 300 വർഷം പഴക്കമുള്ള 6 ഏക്കറോളം സ്ഥലം അടങ്ങിയ സ്ഥലത്താണ് മന സ്ഥിതി ചെയ്യുന്നത്. 3 നിലകളുള്ള 4 കെട്ട് കേരളീയ വാസ്തുവിദ്യ പ്രകാരമാണ് നിർമ്മിച്ചിരിക്കുന്നത്. 2 പത്തായ പുരകൾ, കളപ്പുര, വിശാലമായ പൂമുഖം, കുളം, പടിപ്പുര മാളിക തുടങ്ങിയവയെല്ലാം ഒന്നും സംഭവിക്കാതെ ഇന്നും സംരക്ഷിച്ചിരിക്കുന്നു. രാജകീയ പ്രൗഢിയിൽ 3 നിലകളോടുകൂടിയ 4 കെട്ടാണ് പ്രധാന ആകർഷണം. പുറം മോടിയിലെ കാഴ്ചകളെക്കാളും ഗംഭീരമാണ് ഉൾവശം. ഏത് ചൂടിലും കുളിർമ നൽകുന്ന അന്തരീക്ഷം. 3 നിലയുള്ള 4 കെട്ടിന്റെ വിശാലമായ മുറികളും നടുമുറ്റവും അകത്തളങ്ങളും ഒക്കെ മനയിലെ ഏറെ ആകർഷണം കൊത്തുപണികളോടുകൂടിയ തൂണുകളാണ്. വിശാലമായ നടുമുറ്റവും ചുവർച്ചിത്രങ്ങളും ശില്പവേലകളും കാണേണ്ട കാഴ്ച തന്നെയാണ്.
പാലക്കാട് ഒറ്റപ്പാലം ഷൊർണൂർ റോഡിൽ മനുശ്ശേരിയിലാണ് വരിക്കാശ്ശേരി മന സ്ഥിതി ചെയ്യുന്നത്. ഒറ്റപ്പാലം കഴിഞ്ഞ് ഷൊർണൂർ ഭാഗത്തേക്ക് അല്പം കൂടി മുന്നോട്ട് പോയാൽ മനുശ്ശേരിയിലെത്തും. അവിടെ നിന്ന് ഇടത്തോട്ട് തിരിഞ്ഞ് ചെറു റോഡുണ്ട്. ഏതാണ്ട് 1 കിലോമീറ്റർ പോയാൽ വലതുവശത്ത് തന്നെ കാണാം മന. പാലക്കാട് നിന്ന് 35 കിലോമീറ്റർ ദൂരമുണ്ട് വരിക്കാശ്ശേരി മനയിലേക്ക്. എല്ലാ ദിവസവും രാവിലെ 9:30 മുതൽ വൈകിട്ട് 5 മണി വരെയാണ് ഇവിടുത്തെ പ്രവേശനമുള്ളത്. സിനിമ ഷൂട്ടിംഗ് ഉള്ള ദിവസങ്ങളിൽ പ്രവേശനം അനുവദിക്കുന്നതല്ല. അപ്പോൾ ഇന്നത്തെ രണ്ടാമത്തെ ടൂറിസ്റ്റ് പ്ലേസാണ് വരിക്കാശ്ശേരി മനയിലാണ് നിൽക്കുന്നത്. നിരവധി മലയാള സിനിമകളുടെ ലൊക്കേഷനായിട്ടുള്ള വരിക്കാശ്ശേരി മനയിലാണ് നമ്മൾ വന്നത്. ഇവിടെ ടിക്കറ്റാണ് ഒരാൾക്ക് 30 രൂപയാണ് ടിക്കറ്റ്. അതുപോലെ തന്നെ വീഡിയോഗ്രാഫിയൊക്കെ എടുക്കുന്ന ക്യാമറയിൽ എടുക്കണമെങ്കിൽ 200 രൂപയാണ് ടിക്കറ്റ്. അപ്പോൾ ഇതിനകത്തുള്ള കുറച്ച് മൊബൈലിലെടുത്ത വിഷ്വൽസ് ഉണ്ട്, അപ്പോൾ അത് കാണുക. ഇവിടെ നിന്ന് അടുത്ത ഒരു ടൂറിസ്റ്റ് പ്ലേസിലേക്കാണ് പോവുക. അനങ്ങൻ മല എന്നാണ് ടൂറിസ്റ്റ് പ്ലേസ്. 11 കിലോമീറ്ററാണ് ഇവിടെ നിന്നുള്ളത്. ഓക്കെ, അങ്ങോട്ട് പോവാം. അവിടെ ടൂറിസ്റ്റ് കേന്ദ്രമാണ്, നമുക്കൊന്ന് പോയി നോക്കാം. എന്തോ പാർക്ക് എന്തോ സെറ്റപ്പാണ്. എന്തായാലും പോവാം. നമ്മൾ അനങ്ങൻമല എക്കോ ടൂറിസത്തിൽ എത്തിയിട്ടുണ്ട്. നമ്മൾ എൻട്രൻസ് അവിടെ നിന്നാണ്. നമ്മൾ അകത്ത് പോയിട്ട് ടിക്കറ്റ് എടുത്തു. ടിക്കറ്റ് കൗണ്ടർ അവിടെയാണ്. ടിക്കറ്റ് 25 രൂപ വെച്ചാണ് ഒരാൾക്ക്, പിന്നെ കാറിന് 30 രൂപ. അങ്ങനെ നമ്മൾ 2 പേരകത്ത് കയറുന്നുള്ളൂ. ടോട്ടൽ 80 രൂപയാണ് നമുക്കായത്. ഇവിടെ പ്രത്യേകിച്ച് പറയാനുള്ളത്, പ്രകൃതി ഭംഗി ആസ്വദിക്കാൻ കഴിയുന്നവർ അതൊരു അടിപൊളി സ്ഥലമായിരിക്കും, അതേ ഉള്ളൂ. അല്ലാതെ പ്രത്യേകിച്ച് നിർമ്മിതികളോ വേറെ മനുഷ്യ നിർമ്മിതമായിട്ടുള്ള വേറെ സംഭവങ്ങളൊന്നുമില്ല. ഈ പാറക്കെട്ടും വെള്ളച്ചാട്ടമൊക്കെ തന്നെയാണ് ഇവിടെ കാണാനുള്ളത്. എന്തായിരുന്നാലും നമ്മളെ വണ്ടി ഇതാ ഇവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ മുകളിലേക്ക് പോയിട്ട് അവിടുത്തെ കാഴ്ചകൾ നിങ്ങൾക്ക് എന്തായാലും കാണിച്ചു തരാം. സംഭവം ഇതാണ്, വേറെ നിർമ്മിതികളൊന്നുമില്ല. ഇതുപോലുള്ള ഈ വെള്ളച്ചാട്ടവും പാറക്കെട്ടുകളും തന്നെയാണ് ഇവിടുത്തെ കാഴ്ചകളെന്ന് പറയുന്നത്. അപ്പോൾ മുകളിൽ പാറക്കെട്ടിലൊക്കെ ആൾക്കാർ ഇരിപ്പുണ്ട്. ഈ സൈഡും ഉണ്ട്, ഈ സൈഡും ഉണ്ട്. നമ്മൾ ടിക്കറ്റ് എടുത്തിട്ടുണ്ട്. ടിക്കറ്റ് എടുത്തതിന് ശേഷം നമുക്ക് അകത്ത് പോയിട്ട് ഇതിൻ്റെ കാഴ്ചകൾ കാണാം. ഓക്കെ, അകത്തേക്ക് പോവാം. ഓക്കെ, ഇതാണ് ടിക്കറ്റ് കൗണ്ടർ. ടിക്കറ്റ് ഇല്ലാതെ വനത്തിൽ പ്രവേശിച്ചാൽ 1000 രൂപ പിഴ ഈടാക്കുന്നതാണ്. അങ്ങനെ തുടങ്ങിയ കുറേ മുന്നറിയിപ്പ് എഴുതിയിട്ടുണ്ട്. ടിക്കറ്റ് റേറ്റിൽ ചെറിയൊരു ചേഞ്ച് ഉണ്ട്. 40 രൂപ വെച്ചാണ് ആളിന്. പാർക്കിംഗ് ഫീസൊന്നും ഇല്ലാന്ന് തോന്നുന്നു. 9:30 മുതൽ 6 മണി വരെയാണ് ഇവിടുത്തെ സമയം. ഓക്കെ, നമുക്ക് ഇതുവഴി കയറി നോക്കാം. ഫസ്റ്റ് തന്നെ ഇതുപോലൊരു പാലത്തിന് നടുവിൽ കൂടെ നേരത്തെ കണ്ട ആ വെള്ളം ഒഴുകി പോകുന്നുണ്ട്. തിങ്കളാഴ്ച അവധിയാണ്. ഇരിക്കാനുള്ള സെറ്റപ്പൊക്കെ ഇവിടെ ചെയ്തിട്ടുണ്ട്. ഈ പാറപ്പുറത്തൂടെ ഇങ്ങനെ കയ്യൂരികൾ കെട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് റിസ്ക് ഒന്നുമില്ല. അതിൽ നടന്ന് പോകുമ്പോഴത്തേക്ക് വീഴൊന്നും പേടിക്കണ്ട. പാറയാണെങ്കിൽ തന്നെ, അല്ലെങ്കിൽ തന്നെ പാറയിൽ കൂടെ പോകാൻ ഇവിടെയുള്ള വിശാലമായിട്ടുള്ള വഴിയുണ്ട്. അതുകൊണ്ട് ഡേഞ്ചർ സിറ്റുവേഷൻ ഒന്നും ഇവിടെ ഇല്ല. ആൾക്കാർ ഇതിൻ്റെ മുകളിൽ തന്നെ ഇപ്പോഴും ഉണ്ട്. വെള്ളം ഇതുവഴി ഒഴുകുന്നുണ്ട്. ഇതുവഴി അങ്ങ് താഴെ പോവാം. താഴെ പോയി അവിടെ ഈ വെള്ളം ചാടുന്നത് കാണാൻ പറ്റും. നമ്മൾ ഇതുവഴി ഇറങ്ങി ഇവിടെ താഴെ പോയതിനു ശേഷം പെട്ടെന്ന് നമുക്ക് അതുവഴിയുടെ കയറി അങ്ങ് മുകളിൽ വരെ പോകണം. എന്നിട്ടാണ് നമുക്ക് ടപ്പനങ്ങി ഇറങ്ങണം. പെട്ടെന്ന് ഇറങ്ങണം. കാര്യം നമുക്ക് കുറച്ച് സ്ഥലങ്ങളിലൂടെ ഇന്ന് ഓടിയെത്താനുണ്ട്. നമ്മൾ അടുത്തടുത്തുള്ള 3 സ്ഥലങ്ങളാണ് ഇപ്പോൾ പോയത്. എന്തായാലും കൊള്ളാം, 3 സ്ഥലങ്ങൾ അടിപൊളിയായിരുന്നു. ഇതുവരെ പോയതിന് ശേഷം ഒന്ന് ഓടി കവർ ചെയ്ത് വരാൻ വേണ്ടിയിട്ടുള്ള തീരുമാനമാണ്. ഓക്കെ, ഇവിടെ നല്ല വിശാലമായിട്ടുള്ള ആ ഒരു വെള്ളച്ചാട്ടത്തിൻ്റെ ഭംഗി നമുക്ക് കാണാൻ പറ്റും. വെള്ളം ഈ സൈഡിൽ കൂടെ ഒഴുകി ഇങ്ങനെ കറങ്ങി ഇങ്ങനെ പോകുന്നു. അപ്പോൾ ആ ഒരു ദൃശ്യം നമുക്ക് ഇവിടെ നിന്ന് കാണാൻ പറ്റും. ഇതുവരെ നമുക്ക് ഇറങ്ങി വരാൻ പറ്റും. അറിയിപ്പ്: വെള്ളത്തിൽ ഇറങ്ങരുത്. അപ്പോൾ വെള്ളത്തിൽ ഇറങ്ങാൻ ശ്രമിക്കാണ്ട് അതുവഴിയൊക്കെ ഇറങ്ങാൻ പറ്റും, പക്ഷേ ഇറങ്ങരുതെന്ന് ഇവിടെ എഴുതിയിട്ടുണ്ട്. ഇവിടെ നല്ലൊരു വെള്ളച്ചാട്ടം കാണാൻ പറ്റും. അപ്പോൾ അവിടെ ഒരു ഓന്തിരിപ്പുണ്ട്, കളർ മാറിയ ചുവപ്പ് കളർ ഉള്ള ഓന്ത്. അപ്പോൾ ഇതുവഴി വെള്ളം ചാടുന്നുണ്ട്. ഇവിടെ ഒരു
അടിപൊളി ഒരു മരവും നിൽപ്പുണ്ട്. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് കാഴ്ച. വെള്ളം ഇവിടെ ഫുള്ളും പാറക്കല്ലാണ്. പാറക്കല്ലിൽ കൂടെ ഒലിച്ചിറങ്ങുന്ന വെള്ളച്ചാട്ടം കാണാം. ഓക്കെ, അവിടെ നല്ലൊരു വ്യൂ കിട്ടി. നമ്മൾ തിരിച്ചു പോയാണ്. കാരണം നല്ലൊരു ഏരിയ ഉണ്ട് ഇവിടെ കാണാൻ വേണ്ടിയിട്ട് വന്നിരിക്കാനും ഒക്കെ നല്ലൊരു ഏരിയ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കുറച്ച് സ്പീഡായിട്ട് നടക്കുകയാണ്. അപ്പോൾ ഇത് അടുത്തൊരു വ്യൂ പോയിന്റിലോട്ട് പോകണം. നമ്മൾ അപ്പുറത്തെ പാറയിലാണ് പോയത്. ഇത് അടുത്ത സ്ഥലമാണ് കേട്ടോ. അതിൻ്റെ ഓപ്പോസിറ്റുള്ള ഒരു പാറയുടെ പുറത്തോട്ടാണ് പോകണം. ഒരുപാട് സ്റ്റെയറുകളുണ്ട്. കുറച്ചുകൂടെ പൊക്കത്തിലേക്ക് നമ്മൾ പോകും. ഓക്കെ, മുകളിലോട്ട് പോകും. ഒരുപാട് ആൾക്കാരുണ്ട് ഇപ്പോൾ തന്നെ. നമുക്ക് മുകളിലോട്ട് പോയിട്ട് നോക്കാം കേട്ടോ. ഇതിൻ്റെ ഇപ്പുറത്തെ ടോപ്പിലോട്ട് എത്തിയിട്ടുണ്ട്. പക്ഷേ ഇവിടെ ഇതിൻ്റെ മുകളിലോട്ട് ട്രക്കിംഗ് പാസ് ഉള്ളവർക്ക് മാത്രമേ കയറാൻ പറ്റത്തുള്ളൂ. നമ്മൾ നേരത്തെ നിന്ന് അപ്പുറത്താണ്. അത്രയും മണ്ടയിൽ നമ്മൾ കയറിയിട്ടില്ല. താഴെയാണ് നിന്നത്. പിന്നെ ഇവിടെ നിന്ന് അവിടെ ഒരു ഹൈറ്റായിട്ട് ഉള്ള പോയിൻ്റ് ഉണ്ട്. അതിന് ശേഷം അങ്ങോട്ട് നടന്നു പോകാൻ പറ്റും എന്നാണ് തോന്നുന്നത്. വഴിയുണ്ടാവും. ഇവിടെ ഇപ്പുറത്തെ സൈഡ് വരുമ്പോൾ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ളൊരു പാർക്കുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ മുകളിലോട്ട് കയറിയിട്ട് നോക്കാം. അതിന് മുകളിലോട്ടേക്ക് കടത്തി വിടില്ല, പാസ് വേണം. ഇവിടെ ഇങ്ങോട്ട് പാസ്സുള്ളവർക്ക് മാത്രമേ പ്രവേശനമുള്ളൂ. അപ്പോൾ നമുക്ക് ഇതുവരെ ഉള്ളൂ എൻട്രി. ഇവിടെ നിന്ന് ഒരുപാട് കൃഷിപ്പാടങ്ങൾ കാണാം, വാഴത്തോട്ടങ്ങൾ, അതുപോലെ തന്നെ വേറെ കൃഷികളൊക്കെ ഉണ്ട്. പിന്നെ നമ്മൾ കയറി വന്ന ആ വഴിയും ആ പാലമൊക്കെ ഇവിടെ നിന്നാൽ കാണാം. അവിടെയാണ് ആ പാലം ഉള്ളത്. പിന്നെ അപ്പുറത്തുള്ള വിശ്രമിക്കാൻ വേണ്ടിയിട്ടുള്ള സ്ഥലങ്ങൾ, ഇതിന് താഴെയുള്ള പാർക്ക് തുടങ്ങിയ കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. അപ്പോൾ നമ്മുടെ ഇന്നത്തെ മൂന്നാമത്തെ സ്പോട്ടാണ് കേട്ടോ, അനങ്ങൻ പാറ. എന്തായിരുന്നാലും കൊള്ളാം, മനോഹരമായിട്ടുള്ള സ്ഥലം. ഞാൻ പടം കണ്ടിട്ടാണ് വന്നത്. പടം കണ്ടതിനേക്കാൾ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട് ഈ സ്ഥലം കാണാൻ വേണ്ടിയിട്ട്. കൊള്ളാം. അതിൻ്റെ മണ്ടയിലൊക്കെ ആൾ കയറുന്നുണ്ട്. ആ പാറയുടെ മണ്ടയിൽ ആൾ കയറുന്നുണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് നോക്കി കഴിഞ്ഞാൽ ഇവിടെയൊക്കെ ഇരുന്ന് വിശ്രമിക്കാനുള്ള സ്ഥലമുണ്ട്. കുറച്ച് നേരം ഇവിടെ ഇരുന്നിട്ട് പോയാലേ പൊളിയായിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ നിന്ന് ഇറങ്ങാൻ പോകണം കേട്ടോ. ഇനി അടുത്തൊരു സ്പോട്ടിലോട്ട് നോക്കട്ടെ. പാലക്കാട് ജില്ലയിൽ ഒരുപാട് സ്ഥലങ്ങളുണ്ട്. മയിൽ വിളിക്കുന്നുണ്ട് കേട്ടോ. ഒരുപാട് സ്ഥലങ്ങളുണ്ട്. അപ്പോൾ ഇനി അടുത്തൊരു നല്ലൊരു സ്ഥലം നോക്കണം, അങ്ങോട്ടേക്ക് പോവാം. ഓക്കെ, ഇറങ്ങാം. കൊള്ളാം അല്ലേ? നല്ലൊരു സ്ഥലമാണിത്, അടിപൊളി സ്ഥലമാണ്. കുറേ നേരം ഇരിക്കണമെന്നുണ്ട്, പക്ഷേ സമയമില്ലാത്തതുകൊണ്ടാണ് അടുത്ത സ്ഥലത്തേക്ക് പോകുന്നത്. അപ്പോൾ നമ്മൾ അടുത്തൊരു ലൊക്കേഷനിലേക്ക് പോവുകയാണ്. കാറിൽ പോയതിന് ശേഷം നമുക്ക് നോക്കാം അടുത്ത് ഏതാണ് ഏറ്റവും അടുത്ത് വരുന്ന സ്ഥലം, അവിടെ ഇറങ്ങാം. എന്തായിരുന്നാലും ഇന്ന് മലമ്പുഴ ഡാം പോകണമെന്ന് ഉണ്ട്. പിന്നെ സാഹചര്യം കാലാവസ്ഥ എല്ലാം നോക്കിയിട്ടേ ചെയ്യത്തുള്ളൂ. ഓക്കെ, എന്തായിരുന്നാലും ഇവിടെ നിന്ന് ഇറങ്ങാണ്. മനോഹര സ്ഥലം. അതെ, തൊട്ടപ്പുറത്തേനൊരു നെൽപ്പാടം പോലുള്ള സ്ഥലം കാണാം. നമ്മൾ നേരത്തെ പോയ എടുത്തുകൊണ്ടായിരുന്നു, ഏതാ മനയിൽ. അവിടെ ഇറങ്ങാൻ പറ്റിയില്ല, അവിടെ ഉണ്ടായിരുന്നു. ഇവിടെ അതുപോലെ തന്നെ ഒരു പച്ചപ്പിൻ്റെ ഒരു വലിയൊരു പാടം കാണാം, അങ്ങ് കിടക്കാം. ഓക്കെ, എന്തായിരുന്നാലും ഇറങ്ങണം കേട്ടോ. അയ്യോ കൊണ്ടാ, അയ്യോ ഇടിച്ചാടാ, അയ്യോ ഇടിച്ചാ. വെള്ളോ തുറന്നു തരാനാ?
തുറന്നിടാനാ? പിടിച്ചോ. മതിയാ?